ഇപ്പം പൊതുവെ ഒരു ധാരണ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു കോസ്മെറ്റിക് ഐറ്റം എടുത്തു കഴിഞ്ഞാൽ അത് സേഫ് ആണ് ടു യൂസ് ബിക്കോസ് അതിൻ്റെ അകത്തുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് അത്ര മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള രീതിയിൽ. പക്ഷേ ഇപ്പം പറയുന്നത് ഒരു കോസ്മെറ്റിക് ഒന്നും അല്ലല്ലോ ഒരാൾ ഒരു സമയത്ത് യൂസ് ചെയ്യുന്നത്, പലതായിട്ട് ഒരുമിച്ച് യൂസ് ചെയ്യുന്നു. പിന്നെ ഈ പറഞ്ഞ ചെറുപ്പത്തിലേ യൂസ് ചെയ്ത് തുടങ്ങുന്നു, പിന്നെ ഒരു വക ഹാബിച്വലായി മാറുന്നു എന്നൊക്കെ. ശരിക്കും അതിന് പക്ഷേ വേറെ ഓപ്ഷൻ, ഈ കോസ്മെറ്റിക്കിന് പക്ഷേ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്? ഞാൻ ഒരു 1980s 90s ഞാനൊക്കെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ഒക്കെ ആയിരിക്കുന്ന കാലത്തെ വെച്ച് നോക്കുമ്പം ഏർലി 2000-ലൊക്കെ പോലും ഇപ്പം നമ്മൾ അത്രയൊന്നും ആരും ലിപ്സ്റ്റിക് ഇടാതെയോ, ലിപ്സ്റ്റിക് ഒന്നും വളരെ കുറവാണ് യൂസ് ചെയ്യുന്നത്. ഫംഗ്ഷനൊക്കെ പോകുമ്പം ഒരു ഫൗണ്ടേഷൻ ഇട്ട് അത്രയൊക്കെ ഒരു കോസ്മെറ്റിക് യൂസ് ഉണ്ടായിരുന്നുള്ളൂ. ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഒരു 30 years ബാക്കൊക്കെ ഒരു മോശമായിട്ട്, അതൊക്കെ ഓൺലി ഫോർ സിനിമക്കാരൊക്കെ പോലെയുള്ള അതുപോലെ സ്റ്റാർ ആയിട്ടുള്ളവർക്ക്, അവർക്ക് പിന്നെ അതിൻ്റെ ആവശ്യമുണ്ട്, അവർക്കത് ഇല്ലാതെ പറ്റില്ല, അവരുടെ ഒരു പ്രൊഫഷണൽ നീഡാണ്, അല്ലാതെ ആരും ഉപയോഗിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പേഷ്യൻസിനോട് നമ്മൾ ഉപയോഗിക്കണം, അവർക്ക് കിഡ്നി, പല ഡയബറ്റിക് പേഷ്യൻസ് ഒക്കെ ഓൾറെഡി കിഡ്നി ഇതിലായിരിക്കും, അല്ല ക്യാൻസർ പേഷ്യൻ്റ്, അവരോട് നമ്മൾ ഡൈയും ഇങ്ങനത്തെ കാര്യമൊക്കെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ എന്നാലും അവർ അടുത്ത പ്രാവശ്യം വരുമ്പോഴും ഡൈ ഇട്ടിട്ട് വന്നിട്ടുണ്ടാവും. ഡോക്ടറെ എങ്ങനെയാണ് ഡൈ ഇടാതെ പുറത്തേക്ക് ഇറങ്ങുന്നത്? അപ്പം ഞാൻ ചോദിച്ചു, വല്ല കല്യാണം വല്ലതും ഉണ്ടോ? ഇല്ല, ഹോസ്പിറ്റലിലേക്ക് വരാനാ. അതിന് ഡൈ ഇട്ടിട്ടാണ് വരുന്നത്, അതിന് മോശമായിട്ട് തോന്നുന്നു. പുറത്തിറങ്ങുന്നത് അത് നമ്മളുടെ ഒരു അഡിക്ഷനാണ്. അതുപോലെ ലേഡീസ് ഇപ്പം പണ്ടൊന്നും നമ്മളിവിടെ സ്ഥിരമായിട്ട് ഒരു ലിപ്സ്റ്റിക് ഇടുന്നില്ല. അപ്പൊ ഇപ്പം ലിപ്സ്റ്റിക് ഇടാതെ ലേഡീസിന് പുറത്തിറങ്ങും. ലിപ്സ്റ്റിക്, ഹെയർ ഡൈ പറയാനില്ല, ഹെയർ ഡൈ ചെയ്യാതെ 60 വയസ്സാണെങ്കിൽ 70 വയസ്സാണെങ്കിലും 80 വയസ്സുള്ളവരും ഹെയർ ഡൈ ഇടാതെ ഇരിക്കുന്ന കാര്യം ഇപ്പൊ ചിന്തിക്കാൻ മേലാത്ത നിലയായി. അതുപോലെ ലിപ്സ്റ്റിക്, അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വൺസ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഇമേജാണല്ലോ നമ്മളെക്കുറിച്ച് കാണുന്നത്. അല്ല, അത് പിന്നെ ഇടാതെ ഇരുന്ന് കഴിയുമ്പോഴേക്ക് ഗ്രേ ആയിട്ട് വന്നു കഴിയുമ്പോഴേക്കും ഭയങ്കര അസ്വസ്ഥത ഉണ്ടാകും. അത് ശരിയാണ്. ആദ്യം നമ്മൾ ബ്ലാക്ക് ആയിട്ടിരുന്ന് ഫുൾ ബ്ലൗക്കെ ആയിരുന്നു, പിന്നെ ബ്ലാക്കും ഗ്രേയും എല്ലാം കൂടെ വരുമ്പോൾ നമ്മളുടെ ആ ഈ ഇംപ്രഷൻ, നമ്മളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനുള്ള വ്യത്യാസം വരുമ്പോൾ അത് വളരെ സ്ട്രോങ് അഡിക്ഷനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു പബ്ലിക് അവയർനെസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.